തിരുവനന്തപുരത്ത് 2 പേർക്ക് പാമ്പ് കടിയേറ്റു. കിളിമാനൂർ തൊളിക്കുഴി സ്വദേശി സരിതയ്ക്ക് വീട്ടുമുറ്റത്തെ പൈപ്പിൽ നിന്ന് വെള്ളമെടുക്കുന്നതിനിടെയാണ് പാമ്പ് കടിയേറ്റത്. യുവതിയെ ഐസിയുവിൽ പ്രവേശിപ്പിച്ചു. പൂജപ്പുരയിൽ വീട്ടമ്മയ്ക്ക് പാമ്പ് കടിയേറ്റു. ചെങ്ങളൂർ സ്വദേശി സിന്ധുവിനെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റിനു ശ്രീധറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. റിനു, ഈ പാമ്പ് കടിയേറ്റുള്ള അപകടങ്ങൾ ഇത് ദിനംപ്രതി അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് 2 പേർക്ക് പാമ്പ് കടിയേറ്റിരിക്കുന്നു. ഇവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? ഏറ്റവും പുതിയ അപ്ഡേഷൻ അനുസരിച്ച് 4 മണിക്ക് ശേഷം 3 പേർക്കാണ് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം പാമ്പ് കടിയേറ്റതായിട്ടുള്ള വിവരം നമുക്ക് ലഭിക്കുന്നത്. അതിൽ ഒന്ന് തിരുവനന്തപുരം 15 വയസ്സുകാരി, അതായത് മൂങ്ങോട് സ്വദേശിയാണ്, ആറ്റിങ്ങൽ മൂങ്ങോട് സ്വദേശിയാണ്. ഇവർക്ക് ഇന്ന് വൈകുന്നേരം പാമ്പ് കടിയേൽക്കുന്നു. തുടർന്ന് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് ചികിത്സ തേടി എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അവിടെ നിന്ന് പാമ്പ് കടിയേറ്റതായി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്നത്. ആരോഗ്യ നില തൃപ്തികരമാണ് എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് കിളിമാനൂർ തൊളിക്കുഴി സ്വദേശി സരിത എന്ന് പറയുന്ന 26 വയസ്സുകാരിക്ക് പാമ്പ് കടിയേറ്റിട്ടുണ്ട്. വീട്ടുമുറ്റത്തെ പൈപ്പിൽ നിന്നും വെള്ളമെടുക്കുന്നതിനിടയിലാണ് കാലിൽ പാമ്പിന്റെ കടിയേറ്റത്. ഇവരെ തിരുവനന്തപുരം വെഞ്ഞാറമൂട് ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്രിട്ടിക്കൽ ഐസിയുവിൽ ആണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. മൂന്നാമത്തെ കേസാണ് ഈ പൂജപ്പുരയിൽ സിന്ധു 54 വയസ്സാണ്. ഇവർക്ക് ഗേറ്റിന്റെ വശത്ത് നിൽക്കുമ്പോൾ എന്തോ കടിച്ചതായ ഒരു സംശയം പറയുന്നു. തുടർന്ന് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട്. അത് പാമ്പ് കടിച്ചതാണ് എന്നുള്ളത് സ്ഥിരീകരിച്ചെങ്കിലും അത് വിഷമുള്ള കടിയാണോ എന്നുള്ളത് സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിനുള്ള പരിശോധനകൾ നടക്കുകയാണ്. എന്തോ കാലിൽ കൊണ്ട് പോറിയതായിട്ടുള്ള ഒരു അടയാളം ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടർമാർ സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്തായാലും വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് രക്തസാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. എന്തായാലും രസ്ന സൂചിപ്പിച്ചതുപോലെ തന്നെ കനത്ത ചൂടാണ് അന്തരീക്ഷത്തിൽ. അതുകൊണ്ട് തന്നെ പാമ്പുകൾ ഈ മാളങ്ങളിൽ നിന്നൊക്കെ തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നു. ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് നിരവധി പേരെ കടിച്ചതായി വിവരമുണ്ട്. ചിറയൻകീഴിൽ നമുക്കറിയാം 8 വയസ്സുകാരൻ ദിക്ഷലിനെ പാമ്പ് കടിയേറ്റ് ദിക്ഷൽ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ദിനം പ്രതി പാമ്പ് കടിക്കുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ട് എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന വിവരങ്ങളും കണക്കുകളും സൂചിപ്പിക്കുന്നത്. കൃഷ്ണ, ശരി. റിനു ശ്രീധറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.